order please. ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് ഇന്ത്യയിൽ തന്നെ ഒരു എൻചാന്റിംഗ് ഡെസ്റ്റിനേഷനിലാണ് കേട്ടോ. ഈ ഒരു ചെറിയ നഗരത്തിന് തന്നെ ഒത്തിരി പ്രത്യേകതകളുണ്ട്. ഇവിടുത്തെ മൈൻഡ് ബ്ലോയിങ് ഹിസ്റ്ററി, യൂണിക് ബ്ലെൻഡ് ഓഫ് കൾച്ചേഴ്സ്, അതുപോലെ ഇവിടുത്തെ ഫ്രഞ്ച് കോളനൈസേഷൻ, ഇവിടുത്തെ ബിൽഡിംഗ്സ്, ആർക്കിടെക്ചർ, ബീച്ചസ് എല്ലാത്തിനും തന്നെ വളരെയധികം പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ടൂറിസ്റ്റ് സ്പോട്ട് വെറും ഒരു ടൂറിസ്റ്റ് പ്ലേസ് മാത്രമല്ല കേട്ടോ. ഇതിന് ഭയങ്കര ചരിത്രവും സാംസ്കാരികപരവും വൈകാരികപരമായ ഒത്തിരി കഥകൾ നമ്മളോട് പറയാനുണ്ട്. എത്ര പേർക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. നമ്മൾ പണ്ട് പഠിച്ചു മറന്ന സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിലെല്ലാം ഈ സ്ഥലം വളരെ മനോഹരമായി തന്നെ ഒളിഞ്ഞു കിടപ്പുണ്ട്. ഇനി ചിലർക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ചില മലയാള സിനിമകളിലൂടെ ആയിരിക്കും. സിനിമകൾ ഈ ഒരു സ്ഥലത്തിന് കൊടുത്തിരിക്കുന്ന ഇൻഫ്ലുവൻസ്, അത് മലയാള സിനിമ, അത് വളരെ വളരെ വലുതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് വെറും ഒരു നഗരം മാത്രമല്ല കേട്ടോ. തമിഴിയൻസും ഡച്ചുകാരും പോർച്ചുഗീസുകാരും ഈവൻ ബ്രിട്ടീഷുകാർ വരെ കണ്ട ഒരു ചരിത്ര നഗരമാണ് കേട്ടോ. അതുകൊണ്ടുകൂടി ആയിരിക്കും കേട്ടോ ചിലപ്പോൾ ബ്രിട്ടീഷുകാർ ഇതിന് പാരീസ് ഓഫ് ദി ഈസ്റ്റ് എന്നൊരു വിളിപ്പേരും കൂടെ കൊടുത്തത്. ഇനി ഇതെല്ലാം മാറ്റി നിർത്തിയാൽ നമുക്ക് മലയാളികൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരു സ്ഥലമാണ് പോണ്ടിച്ചേരി. കുറച്ചും കൂടെ റിലേറ്റബിളായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലാസറലേപ്പൻ്റെ പോണ്ടിച്ചേരി, അല്ലെങ്കിൽ ഫിലിപ്പോസ് അങ്കിളുടെ പോണ്ടിച്ചേരി. 2003 ഇറങ്ങിയ ഒരു കമൽ സിനിമയുണ്ട്. അത് മലയാളികൾക്കിടയിൽ ഈ കൊച്ചു സ്ഥലത്തിനുണ്ടാക്കിയ ഇമ്പാക്റ്റ് എത്രത്തോളാന്ന് പറയണമെങ്കിൽ അതിലെ പാട്ടുകൾ മാത്രം മതിയാണ്. ഇപ്പോഴും ആളുകൾ ഇവിടെ വന്നാലും റീൽസ് ചെയ്യുന്നതും വീഡിയോ ചെയ്യുന്നതും എല്ലാ സിനിമയിലെ പാട്ട് വെച്ചിട്ടാണ്. അത്രത്തോളം മലയാളികൾക്ക് പ്രിയപ്പെട്ടതാണ് ഫിലിപ്പോസ് അങ്കിളുടെ പോണ്ടിച്ചേരി. അപ്പൊ ഞാനും എൻ്റെ ഫ്രണ്ട്സും എത്തി നിൽക്കുന്ന ഈ സ്ഥലത്താണ് കേട്ടോ. സോ ഒഫീഷ്യലി വെൽക്കം ടു പുതുച്ചേരി, ഓൾസോ നോൺ ആസ് പോണ്ടിച്ചേരി. കൊച്ചിയിൽ നിന്ന് പോണ്ടിച്ചേരിയിലേക്ക് പോകാൻ ട്രെയിനേക്കാൾ ഏറ്റവും നല്ല മാർഗം ബസ്സിന് പോകാന്നുള്ളതാണ് കേട്ടോ. കാരണം നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ് ട്രെയിനില്ല. പാലക്കാട് ചെന്നിട്ട് അവിടെ നിന്ന് വേണം മാറിക്കയറാനായിട്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരു ഓപ്ഷനേ അല്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ ബസ്സിന് പോകാനാണ് ഡിസൈഡ് ചെയ്തത്. വൈറ്റില ഹബ്ബിൽ നിന്ന് രാത്രി 8 മണിക്കുള്ള സൂര്യ കണക്റ്റിൻ്റെ പോണ്ടിച്ചേരി ബസ്സിലായിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. സ്ലീപ്പർ ക്ലാസ്സിന് ഒരാൾക്ക് 1500 മുതൽ 1800 വരെ, സീറ്ററിന് ഒരു 900 rupees വരെ ആവും കേട്ടോ. കുറച്ചും കൂടി ലോ ബഡ്ജറ്റിൽ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. ഞങ്ങൾ പക്ഷേ AC സ്ലീപ്പർ ബസ്സാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് നല്ല കൺവീനിയൻ്റ് ആയിരുന്നു. ഇത്തവണ ഞാൻ എൻ്റെ സ്കൂൾ ഫ്രണ്ട് ദേവികയും അതുപോലെ ദേവികയുടെ കോളേജ് മേറ്റ് ആണ് ദിവ്യ, പിന്നെ എൻ്റെ കോളേജ് മേറ്റ് ഗായത്രി, ഞങ്ങൾ 4 പേരും കൂടിയാണ് കേട്ടോ പോകാൻ പ്ലാൻ ഇട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ 3 പേരും വൈറ്റില ഹബ്ബിൽ നിന്നും ഗായത്രി എടപ്പള്ളിയിൽ നിന്നിട്ടാണ് കേട്ടോ ഞങ്ങൾ ജോയിൻ ചെയ്തത്. അങ്ങനെ കുറച്ചു നേരം ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ കിടന്നുറങ്ങി. വെളുപ്പിന് 6 മണിയായപ്പോൾ തന്നെ നമ്മൾ പോണ്ടിച്ചേരി എത്തിട്ടോ. ഇത്രയും നേരത്തെ എത്തുന്ന ഒരു ഐഡിയ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ ഏർലി ചെക്കിൻ ആണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ബസ്സിന് പോകുന്നവരും ഇത് നിങ്ങൾ കൺവീനിയൻ്റ് ആയിട്ട് ഏർലി ചെക്കിൻ എടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ 11 മണി വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഞങ്ങൾ എന്നിട്ട് ഓട്ടോ ചേട്ടന് റൂട്ടൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ഇവിടെ അത്യാവശ്യം ബാർഗെയിൻ ചെയ്ത് നിന്നാൽ നമുക്ക് നല്ലൊരു റേറ്റിനൊക്കെ പോകാൻ പറ്റും. ബസ് സ്റ്റാൻഡിൽ നിന്ന് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തേക്ക് അറൗണ്ട് ഒരു 1.5 കിലോമീറ്ററേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ ചേട്ടൻ ഞങ്ങളെ ആ സ്ഥലത്തേക്ക് ഡ്രോപ്പ് ചെയ്തു. വൈറ്റ് ടൗണിന് തൊട്ടടുത്ത് തന്നെയുള്ള ഒരു റെയിൻബോ നഗറിലായിരുന്നു ഞങ്ങൾ സ്റ്റേ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പാർക്ക് വ്യൂ റെസിഡൻസി എന്നായിരുന്നു സ്റ്റേയുടെ പേര് കേട്ടോ. ഇത് അത്യാവശ്യം ഒരു റെസിഡൻഷ്യൽ ഏരിയ ആയിരുന്നു. അത്യാവശ്യം കൂടുതലും PGസും കാര്യങ്ങളൊക്കെ നമുക്കവിടെ കാണാമായിരുന്നു. പിന്നെ അതിന് മുന്നിൽ തന്നെ ഒരു പാർക്കൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ചെന്നപ്പോൾ വെട്ടം വെച്ച് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ചെന്നു, ജസ്റ്റ് അവിടെയൊക്കെ നടന്നു, സ്ഥലങ്ങളും പരിസരങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് ഞങ്ങൾ നേരെ റൂമിലേക്ക് ചെക്ക് ഇൻ ആയി. ഗൈസ്, ഒരു ടിപ്പിക്കൽ ഗേൾസ് റൂമാണ് നിങ്ങൾ കാണുന്ന ട്രിപ്പിന് വരുമ്പോൾ. ജസ്റ്റ് ഗേളി തിങ്സ്. ഐ ഫീൽ ലൈക്ക് നമ്മൾ ശരിക്കും ഒരു ഗേൾസ് ട്രിപ്പ് വന്നേക്കണം എന്നുള്ള വൈബ് കിട്ടിയത് ഇപ്പോഴാണ്. ഇത്ര നീളം ഒരു റിയലൈസേഷൻ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ റെഡിയായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഒരു സ്പോട്ട് തപ്പി നടക്കാൻ ആരംഭിച്ചു. നല്ലോണം വേർക്കുന്നുണ്ട്, വെയിലൊക്കെ ഉണ്ട്. തണുപ്പൊന്നും ഇല്ല കേട്ടോ ഇവിടെ. നോർമലി ഉള്ള ഒരു ടെമ്പറേച്ചറൊക്കെ തന്നെയാണ്. എല്ലാ വീടിൻ്റെ ഫ്രണ്ടിൽ കോലോ ഇട്ടിട്ടുണ്ട്. ഇത് റെസിഡൻഷ്യൽ ഏരിയ ആണ്. നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിൽ കോലൊക്കെ ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ Day 1 ഐറ്റിനറി സ്റ്റാർട്ട് ചെയ്തു. ഞാൻ വീഡിയോ അപ്ഡേറ്റ് ചെയ്യും. അങ്ങനെ അവിടെ തൊട്ടടുത്ത് തന്നെ ഒരു മീനാക്ഷി റെസ്റ്റോറൻറ്റ് കണ്ടു. അവിടെ കയറി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് മെനു ഒക്കെ നോക്കിയാണ്. അവർക്കൊരു കോംബോ ബ്രേക്ക്ഫാസ്റ്റ് മെനു ഉണ്ടായിരുന്നു. നല്ല വിശപ്പുണ്ടായിരുന്നു. നമ്മൾ അത് ഓർഡർ ചെയ്തത്. ഗൈസ്, ഞങ്ങൾ കോംബോ ആണ് ഓർഡർ ചെയ്തേക്കുന്നത്. ദോശയുണ്ട്, ഒരു ഇഡ്ഡലി ഉണ്ട്, വടയുണ്ട്, പിന്നെ പൊങ്കൽ, കേസരി, കുറേ 2-3 ചട്നി,
പിന്നെ എക്സ്ട്രാ കോഫിയും പറഞ്ഞിട്ടുണ്ട്. അധികം പൈസയൊന്നും ആയിട്ടില്ല, 130 രൂപ വരുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് ഞങ്ങൾ നേരെ വണ്ടി പിടിച്ചു വൈറ്റ് ടൗണിലേക്ക്. അന്ന് ഞങ്ങൾ സ്കൂട്ടറൊന്നും റെന്റിന് എടുത്തിട്ടുണ്ടായിരുന്നില്ല, ഓട്ടോ പിടിച്ചാണ് വൈറ്റ് ടൗണിലേക്ക് പോയത്. ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നിടത്ത് അറൗണ്ട് ഒരു 2.5 കിലോമീറ്റേഴ്സേ വൈറ്റ് ടൗണിലേക്ക് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് വൈറ്റ് ടൗണിൻ്റെ നിയറസ്റ്റ് ഒരു മിഷൻ സ്ട്രീറ്റ് ആണ്. ഇവിടെ അത്യാവശ്യം ഡ്രസ്സും കാര്യങ്ങളൊക്കെ വില കുറച്ച് കിട്ടും. അപ്പോൾ നമ്മൾ പോണ വഴി കണ്ടുകൊണ്ട് കുറച്ച് ഡ്രസ്സൊക്കെ ഷോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചാണ് കയറിയത്. പിന്നെ ഞാൻ ഇട്ടിരുന്നത് ഒരു ബ്ലാക്ക് ഡ്രസ്സായിരുന്നു, എനിക്കത് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു കളർഫുൾ സാധനം വാങ്ങിക്കാമെന്ന് ഓർത്ത് നമ്മൾ നോക്കി, പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി കിട്ടിയില്ല. ഷോപ്പിംഗ് നടപടിയാവില്ല എന്ന് മനസ്സിലായപ്പോൾ നമ്മൾ നേരെ ഒരു അടുത്ത ഷെയർ ഓട്ടോ പിടിച്ച് വൈറ്റ് ടൗണിലേക്ക് പോവാണ്. ഇനി ബാക്കി കാഴ്ചകളെല്ലാം വൈറ്റ് ടൗണിലാണ് കേട്ടോ. പോണ്ടിച്ചേരി വന്നിട്ട് നിങ്ങൾ വണ്ടി എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഷെയർ ഓട്ടോ ആണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. കാരണം ഒരാൾക്ക് 10 രൂപ 20 രൂപയൊക്കെ ആവുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഇതാ വൈറ്റ് ടൗണിലെത്തി. ഞങ്ങൾ അതൊക്കെ കണ്ടു തുടങ്ങി കേട്ടോ. ഗൈസ്, അങ്ങനെ ഞങ്ങൾ ലാസറളയപ്പന്റെ പോണ്ടിച്ചേരിയിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് ഗായത്രി. ലാസറളയപ്പന്റെ പോണ്ടിച്ചേരി അല്ലെങ്കിൽ പീലിപ്പോസങ്ങളുടെ പോണ്ടിച്ചേരി. കരിഞ്ഞുണങ്ങുന്നുണ്ട്. അങ്ങനെ കുറച്ച് നടന്ന് ഞങ്ങൾ പോണ്ടിച്ചേരിയിലെ ഒരു ഫേമസ് ചർച്ചിലെത്തി. എൻ്റെ പേര് എങ്ങനെയാണ് വായിക്കേണ്ടതെന്ന് പോലും എനിക്കറിയാൻ പാടില്ല കേട്ടോ. ഫ്രഞ്ചിലാണ് എല്ലാ പരിപാടികളും എഴുതിയിട്ടുള്ളത്. ഭയങ്കര കാം ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു പള്ളിയുടെ ഉള്ളിൽ. പക്ഷെ നമുക്കെന്തോ നമ്മൾ ഈ എടപ്പള്ളി പള്ളിയൊക്കെ കണ്ട് ശീലിച്ചുകൊണ്ട് എനിക്ക് അതിൻ്റെ ഉള്ള അത്ര വലിയ അടിപൊളിയായിട്ടൊന്നും തോന്നിയില്ല. പക്ഷെ ആ ഒരു പള്ളിയുടെ ആ ഒരു പീസ് അനുഭവിക്കണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയിരിക്കാം. തൊട്ടടുത്ത് തന്നെ ഒരു ഫ്രഞ്ച് വാർ മെമ്മോറിയൽ ഉണ്ട്. അപ്പം നമ്മൾ അത് കാണാൻ വേണ്ടിയാട്ടോ അടുത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ജീത്രി പറയൂ, ഇതെന്താണ്? എന്താണ് കോട്ടൺ പഞ്ഞിയുടെ മരം പഞ്ഞി വീഴോ ഇവിടെ? വീഴും. താങ്കൾക്ക് എങ്ങനെ അറിയാം? ഓഫീസ് എവിടെയാണ്? ഗൈറ്റ് ഇസ് ബേസിക്കലി ഫ്രം മഞ്ഞുമ്മൽ, സെറ്റിൽഡ് ഇൻ ബാംഗ്ലൂർ. ടേക്കിംഗ് സെൽഫ് വീഡിയോ ആണ്. പോണ്ടിച്ചേരിയിലെ പോലീസ് സ്റ്റേഷൻ. എനിക്ക് ഇടാൻ വേറെ ഡ്രസ്സൊന്നും കിട്ടിയില്ല ഗൈസ്, അതുകൊണ്ട് ഞാൻ ബ്ലാക്ക് ഡ്രസ്സ് തന്നെ ഇടാൻ തീരുമാനിച്ചു. നമ്മൾ കുറെ നോക്കി, പക്ഷെ കിട്ടിയൊന്നുമില്ല. ഞങ്ങൾക്ക് അരോവിലെ ഉള്ളിൽ കയറാനുള്ള ടിക്കറ്റ് കൺഫേം ആയി. യെസ്, കൺഫേം അല്ലേ? ആ, കൺഫേം ആയി. സോ ഞങ്ങൾ ആ ഗ്ലോബിൻ്റെ ഉള്ളിൽ കയറും. സ്റ്റേഷൻ്റെ ഇത് ഇവിടുത്തെ പോണ്ടിച്ചേരി പോലീസ് സ്റ്റേഷനാണ്. ഇവിടെ ഉള്ളിൽ നല്ലൊരു മരം ഞാൻ കണ്ടപ്പോൾ ജസ്റ്റ് എടുത്തൊന്നുള്ളൂ. ഇന്നത്തെ ഡേ അത്യാവശ്യം തെണ്ടിത്തിരിയിലായിരിക്കും തോന്നുന്നു. പക്ഷെ കുഴപ്പമില്ല, നമ്മളത് എക്സ്പെക്ട് ചെയ്തിട്ടാണ് വന്നത്. പിന്നെ വിചാരിച്ച അത്ര സഹിക്കാൻ പറ്റാത്ത ഇതൊന്നുമില്ല, പക്ഷെ ചൂടുണ്ട്. ഇതാണ് ക്രാഫ്റ്റ് ബാസാർ. നമ്മള് റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. നമ്മളങ്ങനെ കറുപ്പിനഴക് പാട്ട് ഷൂട്ട് ചെയ്ത സ്ഥലത്തൊക്കെ എത്തിയിട്ടുണ്ട്. ദിസ് ഇസ് റോക്ക് ബീച്ച്. ദോസ് ഹു നോ പോണ്ടിച്ചേരി വിൽ ഡെഫിനറ്റ്ലി നോ ദിസ് പ്ലേസ്. നല്ല വെയിലുണ്ട്, പക്ഷെ നല്ല കാറ്റുണ്ട്. ഇറ്റ്സ് ഓക്കെ ടു വാക്ക് ചെയ്ത് തിങ്ക്. നല്ല കാറ്റുണ്ട്. ഞങ്ങൾ ഏതാണ്ടൊക്കെ മെമ്മോറിയൽ കാണാമെന്ന് പറഞ്ഞ ദേവിക വിളിച്ചിട്ടുണ്ട്. ദേവികയാണ് ഇത്തവണ ഫുൾ ഐറ്റിനറി പ്ലാൻ ആക്കിയിരിക്കുന്നത്. സോ ഭയങ്കര കാറ്റ്, നല്ല വെയിലുണ്ട്, പക്ഷെ നല്ല കാറ്റ്. അവർ വെയിലുണ്ട്, സ്റ്റിൽ ചൂടെടുക്കുന്നില്ല, അവർ തണുപ്പ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ സാധനം ഞാൻ നേരത്തെ പറഞ്ഞ റോക്ക് ബീച്ചാണ്. പക്ഷെ ഇതെന്തോ എന്ത് ബീച്ച്? ഒരു പച്ചപ്പരിഷ്കാരി പറയുന്നത്. ബീച്ചിന്റെ പേരെന്താ? അങ്ങോട്ട് നടക്കുമ്പോഴാണ് എന്തോ റോക്ക് ബീച്ച്. കുട്ടിക്ക് എവിടെയെങ്കിലും ഇരുന്നാൽ മതി എന്നാണ്. മഹാത്മാഗാന്ധിയുടെ സ്റ്റാച്ചു ആണ് ഗൈസ്. പിന്നെ ഇവിടെ നമുക്ക് ഫ്രഞ്ച് വാർ മെമ്മോറിയലിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റും. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോൾ തുറക്കില്ല എന്നാണ് ഇവർ പറഞ്ഞ. ഈവനിങ് ആവും. ഇതാണ് ഫ്രഞ്ച് വാർ മെമ്മോറിയൽ. എന്തൊക്കെയോ ഫ്രഞ്ചിലാന്ന് തോന്നുന്നു എഴുതിയിരിക്കുന്നത്, ഒന്നും മനസ്സിലാവുന്നില്ല. ഇവിടെ കുറേ കഫ്റ്റീരിയസിലും ഈവൻ ഞങ്ങൾ പള്ളിയിൽ കയറിയപ്പം ബൈബിളിൽ വരെ ഫ്രഞ്ചായിരുന്നു ഗൈസ് എഴുതിയിരുന്നത്. ഒന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല.
പിന്നെ പള്ളിയുടെ ഉള്ളിൽ വീഡിയോസ് എടുക്കാൻ പറ്റില്ലാത്തതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഔട്ടർ മാത്രം നമ്മൾ എടുത്തോളൂ. ഒരു 5 മിനിറ്റ് പള്ളിയിൽ സ്പെൻഡ് ചെയ്തിട്ട് പോകുന്നു. നല്ല നീറ്റ് റോഡാട്ടോ ഈ ബീച്ച് റോഡ്. നല്ല സൈക്കിളൊക്കെ ചവിട്ടാൻ പറ്റിയ, വണ്ടി ഓടിക്കാൻ പറ്റിയ. വണ്ടി എനിക്ക് തോന്നുന്നു ഇങ്ങോട്ട് കടത്തി വിടില്ല, ഞാൻ ഒരു വണ്ടി പോലും കണ്ടില്ല. പിന്നെ സൈക്കിളിന് പോകുന്നുണ്ടോ 1-2 പേര്. പരിപാടിയെന്നൊന്നും അറിയില്ല, ഫുൾ പോലീസുകാരാണ് ഗൈസ്. എല്ലായിടത്തും പോലീസുകാരും പോലീസ് സ്റ്റേഷനൊക്കെയാണ്. പിന്നെ മനുഷ്യന്മാരൊന്നും കാണുന്നില്ല. പിന്നെ ഇവിടെ എന്താ പരിപാടിയെന്ന് അറിയില്ല, കുറേ പോലീസുകാരൊക്കെ ഉണ്ട്. ആരോ ഗസ്റ്റ് വരുന്നുണ്ട്, ഏതോ പൊളിറ്റീഷ്യനൊക്കെ വരുന്നുണ്ടെന്നാണ് തോന്നുന്നത്. ഫുള്ള് സെക്യൂരിറ്റിയൊക്കെയാണ്. എനിക്കൊന്ന് ഈവനിങ് നമുക്ക് ഇങ്ങോട്ട് ഇനി വരാൻ പറ്റുമോന്നൊന്നും അറിയില്ല. വിൽ സി. നല്ല ഭംഗിയുണ്ട് കാണാൻ. ബീച്ചാണെങ്കിലും ഇവന്തോ നല്ല വെയിലുണ്ടെങ്കിൽ പോലും കാറ്റ് കൊള്ളാമെന്നും കുഴപ്പമില്ല. എൻ്റെ കൂടെ വന്ന ഗൈസ് ഇവിടെ ഫോട്ടോ എടുക്കലാണ് എന്നെ കൂട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് ഗൈസ് ഇവിടെയൊക്കെ കാണാൻ. എന്താ പറയുക, ഒരു റെസ്റ്റോറൻ്റ് ആണ് ഇത്. ഇവിടെ കയറുന്നില്ല, നമ്മളിപ്പോൾ വേറെ കുറേ സ്ഥലങ്ങൾ നോക്കി വെച്ചിട്ടുണ്ട്. നടപ്പോടെ നടപ്പാണ് ഗൈസ്. വൈറ്റ് ടൗൺ എന്ന് പറയുന്നത്, വൈറ്റ് ടൗൺ ഈസ് ആക്ച്വലി ഒരു ഫ്രഞ്ച് കോളോണിയിൽ പിന്നെ ഒരു ഫോറിൻ കൺട്രിയിലെ ഒരു ടൗൺ, ഓൾഡ് ടൗൺ വിസിറ്റ് ചെയ്യാന്നുള്ളത് നമുക്ക് എക്സാക്ട്ലി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫോർട്ട് കൊച്ചി അല്ലേ? കറക്റ്റ് നമ്മുടെ ഫോർട്ട് കൊച്ചി ആ ഒരു ഏരിയ ആണ്, വൈബാണ് ഇവിടെ. പക്ഷെ ഇത് വെയിലുണ്ട് നല്ല, പക്ഷെ കടൽക്കാറ്റ് കൊള്ളുന്നുണ്ട്. ടാൻ അടിക്കും ഒബ്വിയസ്ലി, ടാൻ ട്രിപ്പിൻ്റെ ഇടയിൽ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് ഒത്തിരി ടയർഡാവില്ല. നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ പുതുച്ചേരി മ്യൂസിയം ആയിരുന്നു കേട്ടോ. അന്നൊരു വർക്കിംഗ് ഡേ ആയതുകൊണ്ട് അവിടെ അത്യാവശ്യം നല്ല രീതിക്ക് തിരക്ക് കുറവായിരുന്നു. ഇതിൻ്റെ ഉള്ളിലേക്ക് ക്യാമറാസ് കയറ്റില്ല, അതുകൊണ്ട് ആ പുറത്തെ ക്ലിപ്പിങ്സ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. നമ്മൾ 4 പേരും തന്നെ ആർട്ട്, സയൻസ്, പിന്നെ ഹിസ്റ്ററി ഇതെല്ലാം ഇഷ്ടപ്പെടുന്നവരായതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് ആദ്യം തന്നെ ഐറ്റിനറി പ്ലാൻ ഉണ്ടായിരുന്നു. ഇവിടെ അത്യാവശ്യം ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഉള്ളിലേക്ക് വീഡിയോഗ്രാഫി ആൻഡ് ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല. സോ അതിൻ്റെ ഉള്ളിൽ ഇഷ്ടം പോലെ കാണാനുണ്ട് കേട്ടോ. അപ്പം നിങ്ങളും പോണ്ടിച്ചേരി വിസിറ്റ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഹിസ്റ്ററി അറിയാൻ താല്പര്യമുണ്ട്, കുറേ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ അറിയാൻ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ മസ്റ്റായിട്ടും പുതുച്ചേരി മ്യൂസിയം വിസിറ്റ് ചെയ്യണം. അതൊരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് തന്നെയാണ് കേട്ടോ. എക്സ്പീരിയൻസ് ഷെയർ ചെയ്യൂ. ഒരുപാട് നമ്മുടെ ഹിസ്റ്ററിനെ കുറിച്ച് പഠിച്ചു, പോണ്ടിച്ചേരിനെ കുറിച്ച് പഠിച്ചു, ഫ്രഞ്ച് കാലഘട്ടത്തെ കുറിച്ച് പഠിച്ചു. നമ്മുടെ ഈ സ്ട്രക്ചേഴ്സ് ഒക്കെ കണ്ടോ, നമ്മുടെ ചോള ഡൈനാസിറ്റിന്റെ കുറെ കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇത് പിന്നെ കുറെ കെമിസ്ട്രി ദ്രാവകങ്ങൾ നമ്മൾ പഠിച്ചതിന്റെ മറ്റേ ഫിസിക്കൽ വേർഷൻ ഇതൊക്കെ അന്ന് വരേണ്ടി വരും. അന്ന് ബോക്സൈറ്റ് അതെ. എല്ലാരും നടന്ന് അവശരായിരിക്കുകയാണ്. ഇവിടെ വന്നവരോടൊരു ടിപ്പ് പറയാനുള്ളത്, വണ്ടി ഓടിക്കാൻ അറിയുമെങ്കിൽ തീർച്ചയായും വണ്ടി എടുക്കുക. ലൈസൻസ് എടുത്തിട്ടില്ല, പിന്നെ ഗായത്രിക്ക് വണ്ടി ഓടിക്കാൻ അറിയാം, പക്ഷെ ലൈസൻസ് ഇല്ല. അപമാനിച്ചല്ല, പക്ഷെ ഒരു സാഡ് ട്രൂത്ത് പറഞ്ഞു. അതുകൊണ്ട് വണ്ടി എടുക്കാൻ, ഞാൻ നടന്ന് കവർ ചെയ്യാന്നുള്ള തീരുമാനം ചെറുതായിട്ട് പാളിപ്പോയി ഗൈസ്. സ്പോട്ട് കഫേയിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഈ കഫേയിലോട്ട് കയറാൻ പോകുന്നേ ഗൈസ്. പാട്ട് പാടൂ ദിവ്യ. കോപ്പിറൈറ്റ് അടിക്കുന്നുണ്ട്, ഞാൻ ഫുൾ പാട്ട് ഒരു പാടിയതിടുന്നില്ല. ഈ സ്ഥലവും ഈ പാട്ടും കേട്ടപ്പോൾ ഇത് ഏതാണ് സ്ഥലം എന്ന് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതെ, ഇതാണ് നമ്മുടെ സ്വപ്നക്കൂട് ഷൂട്ട് ചെയ്ത വീടാണ് കേട്ടോ. അതായത് ഇപ്പോൾ ഒരു കഫ്റ്റീരിയ ആണ്. പിന്നെ ഇതാ ഈ കാണുന്ന വീട് ഏതാണെന്ന് മനസ്സിലായത് നമ്മുടെ കുഞ്ചാക്കോവൻ ലാസ്റ്റ് ആ ഫ്ലവർ കൊടുക്കുന്ന ആ പെണ്ണിനെ കാണാൻ വന്നൊരു പെണ്ണ് നിൽക്കില്ല, ആ വീടാണ് കേട്ടോ ഇത്. അങ്ങനെ ഞങ്ങൾ സ്വപ്നക്കൂടിലെ കുറച്ച് ലൊക്കേഷനൊക്കെ കണ്ട് ഇതാ വെള്ളം കുടിക്കാൻ വേണ്ടി ഒരു കഫേയിലേക്ക് കയറി. പിന്നെ അടുത്ത പരിപാടി എന്നുള്ളത് ലഞ്ചാണ്. ലഞ്ച് കഴിക്കാനും ഒരു ചെറിയൊരു കഫ്റ്റീരിയയിലാണ് കയറിയത്. ഇവിടെ നമ്മുടെ ബഡ്ജറ്റിന് പറ്റിയതും അതുപോലെ തന്നെ ഫോറിനേഴ്സിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഇഷ്ടംപോലെ കഫ്റ്റീരിയാസ് ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു പെർ സേവിങ് 600 to 700 ഒക്കെ ആവും ലഞ്ചാണെങ്കിലും ഡിന്നർ ആണെങ്കിലും. അപ്പം അതൊക്കെ നിങ്ങൾ 1-2 കഫ്റ്റീരിയ നോക്കി വെച്ച് പോകുന്നതായിരിക്കും നല്ലത്.
ലഞ്ച് കഴിഞ്ഞ അടുത്ത പ്രധാന പരിപാടി ഫോട്ടോ സെഷൻ ആണ്. പോണ്ടിച്ചേരി വന്നാൽ അറിയാലോ, ഇത്രയും നല്ല എസ്തെറ്റിക് ഷോട്ട്സ് ഒക്കെ ഇന്നിടെ നമ്മൾ നല്ല ഫോട്ടോസ് എടുത്തിട്ടില്ല. അപ്പൊ നമ്മൾ ഫോട്ടോ എടുക്കുന്ന പരിപാടി ആട്ടോ ചെയ്തോണ്ടിരിക്കണേ. Just number 1 on stage. ഞങ്ങളിവിടെ ഫോട്ടോ എസ്തെറ്റിക്സ് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ കുറെ നേരം ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മൾ ഈവനിങ് സൺസെറ്റ് വ്യൂ ഉള്ള ഒരു കയാക്കി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് വൈറ്റ് ടൗണിൽ നിന്ന് ഏകദേശം ഒരു 3.5 കിലോമീറ്റർ to 4 കിലോമീറ്റർ ഡിസ്റ്റൻസിലായിരുന്നു. അപ്പൊ നമ്മൾ വൈറ്റ് ടൗണിൽ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് ആ കയാക്കിങ്ങിന്റെ ഏരിയയിലേക്ക് എത്തിയിട്ടാണ് കേട്ടോ. ഇത് കുറച്ച് സിറ്റിയിൽ നിന്ന് മാറിയിരിക്കുന്ന ഒരു സ്ഥലമാണ്. വിൽസ് ബോട്ട് ഹൗസ് എന്നായിരുന്നു ഇവരുടെ പേര്. നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലും ഗൂഗിളിലൊക്കെ നോക്കി അറിയാൻ പറ്റും. പെർ ഹെഡ് 400 റുപ്പീസ് ആയിരുന്നു അവർ ചാർജ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. നിങ്ങളൊരു അധികം പേരുള്ള ഗ്രൂപ്പൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി ഡിസ്കൗണ്ട് കിട്ടും. അങ്ങനെ ഞങ്ങൾ കയാക്കിങ്ങിന് വേണ്ടി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു കേട്ടോ. ദേവികം തിരിയൂ, എന്തിനാ വന്നേക്കണേ? കയാക്കിങ്ങിന് വന്നിരിക്കുന്ന കോലമാണ് ആക്ച്വലി. ആള് ലുലുമാളി പോകാൻ വേണ്ടി വന്നേക്കണേണ്. കയാക്കിങ്ങിന് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട്. ആക്ച്വലി ഇവിടെ വെൽ ഡ്രസ്ഡ് ആയിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ നാട്ടിലൊക്കെ വണ്ടർലേ പോകുമ്പോഴും വെള്ളത്തിലൊക്കെ പോകുമ്പോ ഇങ്ങനെയൊക്കെയാണ്. ഇതുപോലെ പാർട്ടി പോലെ ഡ്രസ്സപ്പ് ചെയ്തിട്ടല്ല. നിങ്ങൾ തന്നെ പറയൂ ഗൈസ്, ഒരു പബ്ബ് മൂടി നല്ല കയാക്കിങ്ങിന് വന്നേക്കണേ. എന്ത് തേങ്ങക്കാണെന്ന് എനിക്കറിയില്ല. പിന്നെ സെലിബ്രിറ്റി കാനഡയിൽ നിന്നാണ്. ഇപ്പൊ കാനഡയിലെ കയാക്കിങ് എല്ലാം ഇങ്ങനെയാണ്. വെൽ ഡ്രസ്ഡപ്പ് ആയിട്ട് മേക്കപ്പ് ഇട്ട് ഹൂപ്സ് വരെ മാറ്റി മാച്ച് ചെയ്ത്. ലെറ്റ്സ് ഗോ കയാക്കിങ്. നാട്ടിലൊന്നും കയാക്കിങ് ഇല്ലാത്ത പോലെ ഞങ്ങൾ പോണ്ടിച്ചേരിയിൽ വന്ന് കയാക്ക് ചെയ്യാൻ പോവാണ്. സെറ്റപ്പ് ഒക്കെ അതിനെന്താ, വെള്ളമൊന്നും ആവൂല. ഇവര് നിങ്ങൾ ബസ്സിൽ വെച്ച് കണ്ടാട്ടെ ഗൈസ്. നമ്മൾ കമ്പനി ചെയ്തായിരുന്നു. ഇവിടെ വെച്ച് അൺഫോർച്ചുനേറ്റ്ലി ഉണ്ട്. വേറെ നമ്മൾ മ്യൂസിയത്തിൽ കണ്ട ആൾക്കാർ വിളിക്കും. ഹേ ഗെറ്റ് സെറ്റ്. ஹாய் விஷ்ணு, உங்க பேர் என்ன? செல்வா. கேமராக்கு முன்னாடி வராது. செலிபிரிட்டி. உங்க பேர் என்ன? ഇവർ രണ്ടുപേരാണ് ഗൈസ് ഞങ്ങളുടെ ഇൻസ്ട്രക്ടേഴ്സ്. ഗൈസ് സെറ്റ് അല്ലേ? 1500 രൂപയുടെ നിക്കറിട്ടെന്നാണ് ഞാൻ വന്നിരിക്കുന്ന. കനേഡിയയിൽ മാത്രം കയാക്കിങ് ചെയ്തിട്ടുള്ള സെലിബ്രിറ്റി. ചെയ്യാറുണ്ട നടുക്കടൽ ഏതാണ്ട് പെട്ട അവസ്ഥയാണ്. ഗായത്രി തിരിഞ്ഞു നോക്കാനുള്ള ധൈര്യമുണ്ട്? Mission accomplished. அப்புறம் போர்ட்ரேட்ல ஒரு வீடியோ எடுக்கலாம். இந்த மாதிரி അങ്ങനെ വളരെ നല്ലൊരു സൺസെറ്റ് ആസ്വദിച്ച് ഞങ്ങൾ കയാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് അറൗണ്ട് ഒരു 6:30-7 മണി സമയമൊക്കെ ആയപ്പം അവിടുന്ന് നേരെ വൈറ്റ് ടൗണിലേക്ക് തിരിച്ചു കേട്ടോ. പിന്നെ രാത്രിയായി വിശപ്പിന്റെ വിളി വന്നപ്പോൾ ഓരോരുത്തർ വയലിൻ്റെ ആവാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ നേരെ ഡിന്നർ കഴിക്കാൻ കയറി. ഡിന്നർ കഴിക്കാൻ വന്നേക്കണ ഗൈസ് ബിസ്മില്ല ഹോട്ടൽ. ഇത് ഹോട്ടലാണെന്ന് പറഞ്ഞു വേറാണെന്ന് ഓർത്ത് ഞങ്ങൾ ആദ്യം കയറിയില്ല. പക്ഷെ ഇത് ഇവിടുത്തെ ഇന്റീരിയർ ഡിസൈനർ ചതിച്ചതാണ് ഇവർ. PT മത്സരം കനത്തെ നടന്നുകൊണ്ടിരിക്കുന്നു. ചെസ് നമ്പർ 1, ചെസ് നമ്പർ 2, ചെസ് നമ്പർ 3. നമ്മളെവിടെ വന്നിരിക്കുന്നത്? DJ പാർട്ടി. ബിസ്മില്ല അല്ലല്ല, അയ്യോ അങ്ങനെ പറയാൻ പാടില്ല. ആൾക്കാരൊക്കെ മനസ്സിലാക്കാം. DJ പാർട്ടി ഗൈസ്. ആംബിയൻസ് ആണ്. ഞങ്ങള് അൽഫാം കയറ്റാൻ വന്നത്. ഞാൻ എപ്പോഴും പറയുന്നു, ഇതിന്റെ ഇന്റീരിയർ ഡിസൈനർ ഇതിന്റെ ഓണർ പറ്റിച്ചതാണ്. ഇവരുടെ ഇന്റീരിയർ നിങ്ങൾ നോക്കൂ. നമ്മുടെ നാട്ടില് ബാറിലല്ലേ, ബാറ് പബ്ബ് എന്റെ അറിവില് അങ്ങനെയാണ്.
മോർണിംഗ് അവിടുത്തെ ലൈറ്റിംഗ് വേറെ. നമുക്ക് മോർണിംഗ് ഒന്ന് നോക്കാം. ഫുഡെല്ലാം കഴിച്ച് ഞങ്ങൾക്ക് റൂമിലേക്ക് കുറച്ച് നടക്കാനുള്ള ദൂരം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പം ഞങ്ങൾ റോട്ടിൽ നിന്ന് കുറച്ച് റീൽസ് ഒക്കെ എടുക്കുക, കുറച്ച് വീഡിയോസ് ഒക്കെ എടുക്കുമായിരുന്നു. ഞാൻ ആദ്യമായിട്ട് എന്നെ വ്ളോഗ് ചെയ്യുന്നതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ എടുക്കാൻ വിട്ടുപോകുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എന്നെ കൊണ്ട് കവറപ്പ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ഞാൻ എൻ്റെ ഡേ 1 ഐറ്റിനറി ആഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഞങ്ങളുടെ ഡേ 1 ഓഫ് പോണ്ടിച്ചേരി. അപ്പോൾ വെയിറ്റ് ഫോർ ബാക്കി എല്ലാ വിശേഷങ്ങളും. സോ ടിൽ ദെൻ ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.